IB ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യയിൽ നിർണായക തെളിവുകൾ വീണ്ടെടുത്ത് പോലീസ്. ലഭിച്ചത് പ്രതി സുഗാന്തിന്റെ ഞെട്ടിപ്പിക്കുന്ന സന്ദേശം. സുഗാന്ത് യുവതിയുടെ ആത്മഹത്യാ തീയതി മുൻകൂട്ടി ചോദിച്ചു. ഓഗസ്റ്റ് 9 മരിക്കുമെന്ന് യുവതിയുടെ മറുപടി. ഇരുവരും ചാറ്റ് ചെയ്തത് ടെലഗ്രാമിലാണ്. വിവരങ്ങളാണ് സുലേഖ പങ്കുവയ്ക്കുന്നത്. സുലേഖ, വലിയ തരത്തിലുള്ള ഒരു നിർണായക തെളിവ് തന്നെ പോലീസ് ലഭിച്ചിരിക്കുന്നു എന്ന് പറയാം. ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ചത് സുഗാന്ത് തന്നെയാണ്. 9-ാം തീയതി ആത്മഹത്യ ചെയ്യും, എന്നാണ് ആത്മഹത്യ ചെയ്യുന്നതെന്ന് സുഗാന്ത് ചോദിക്കുകയും ചെയ്തു. വളരെ ക്രൂരമായ ഒരു മനസ്സിനുടമയാണ് സുഗാന്ത് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ആ കുട്ടിയെ IB ഉദ്യോഗസ്ഥയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് തന്നെയാണ് സുഗാന്ത്. ഇപ്പോഴും സുഗാന്ത് കാണാമറയത്താണ്. എന്താണ് വിവരങ്ങൾ? തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ നിർണായക തെളിവുകൾ പോലീസ് വീണ്ടെടുത്തു. ലഭിച്ചത് പ്രതി സുഗാന്തിന്റെ ഞെട്ടിപ്പിക്കുന്ന സന്ദേശം. സുഗാന്ത് യുവതിയുടെ ആത്മഹത്യാ തീയതി മുൻകൂട്ടി ചോദിച്ചു. ഓഗസ്റ്റ് 9 മരിക്കുമെന്ന് യുവതി മറുപടി നൽകി. ഇരുവരും ടെലഗ്രാമിലാണ് ചാറ്റ് ചെയ്തത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ തെളിവുകൾ പോലീസ് ശക്തമായ തെളിവുകൾ ശേഖരിക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ സുഗാന്തിൻ്റെ ഐഫോണിൽ നിന്നുള്ള ചാറ്റാണ് ലഭിച്ചിരിക്കുന്നത്. ടെലഗ്രാം ആപ്പിലൂടെയാണ് ഇരുവരും ചാറ്റ് ചെയ്തത്. അവർ തമ്മിൽ നടന്നത് ആവർത്തിച്ച് ചോദിക്കുകയായിരുന്നു സുഗാന്ത് കുട്ടിയോട്, എന്നാണ് ആത്മഹത്യ ചെയ്യുക എന്ന് ടെലഗ്രാമിലൂടെ IB ഉദ്യോഗസ്ഥരോട് ചോദിച്ചു. ഓഗസ്റ്റ് 9 ആത്മഹത്യ ചെയ്യും എന്ന് മറുപടി നൽകുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയും ചെയ്തത്. അതിനുശേഷം ഈ സുഗാന്തിൻ്റെ മാതാപിതാക്കളടക്കം വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യമുണ്ടായി. സുഗാന്ത് ഇപ്പോഴും ഒളിവിലാണ്. വിവരങ്ങളുമായി ഇപ്പോൾ സുലേഖ ചേരുന്നു. സുലേഖ, ഏതായാലും ആ ചാറ്റ് ഒരു നിർണായക തെളിവാണ്. സുഗാന്ത് IB ഉദ്യോഗസ്ഥ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചു എന്ന ശക്തമായ തെളിവ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നു. എന്തൊക്കെയായിരുന്നു ഇരുവരും നടത്തിയ ചാറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ? എന്തായിരുന്നു അവർ നടത്തിയ സംഭാഷണങ്ങൾ? പോലീസിന് ലഭിച്ച വിവരങ്ങൾ എന്താണ്? അടുത്ത ദിവസം തന്നെ ഹൈക്കോടതിയിൽ സുഗാന്ത് നൽകിയ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട്. ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ പോലീസ് നൽകിയ റിപ്പോർട്ടിലാണ് ഇത്തരത്തിലുള്ള ചാറ്റുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ ഈ അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും പറയുന്ന കാര്യമെന്ന് ഈ പെൺകുട്ടിയെ ഇത്തരത്തിൽ മരണത്തിനുള്ള ആത്മഹത്യാ പ്രേരണ നൽകിയിരുന്നു എന്നത് തന്നെയാണ്. സുഗാന്ത് ഇത്തരത്തിൽ നിരന്തരം എപ്പോഴാണ് മരിക്കുന്നത്, എപ്പോഴാണ് ചാവുക എന്നത് തുടങ്ങിയ ചാറ്റുകൾ ഈ പെൺകുട്ടിയുമായി നടത്തിയിരുന്നു എന്നത് തന്നെയാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ ഈ ടെലഗ്രാമിൽ നടത്തിയ ചാറ്റാണ് ഈ പോലീസ് വീണ്ടെടുത്തിട്ടുള്ളത്. ഫോറൻസിക് പരിശോധനയ്ക്ക് വേണ്ടി ഈ ഐഫോൺ സുഗാന്തിന്റെ ഐഫോൺ വീണ്ടും അയച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഇത്തരത്തിലുള്ള ചാറ്റുകൾ അത് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് ശക്തമായ തെളിവാണ് എന്നത് തന്നെയാണ് പോലീസും വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ ഈ പെൺകുട്ടി ഒഴിഞ്ഞാൽ മാത്രമേ മറ്റൊരാളെ കല്യാണം കഴിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്ന ഘട്ടത്തിലാണ് ചാകണമെന്നൊരു മറുപടി സുഗാന്ത പെൺകുട്ടിക്ക് നൽകുന്നത്. ഇതിന് മറുപടിയായി നിരന്തരം ഇത്തരത്തിൽ എപ്പോഴാണ് ചാവുക അല്ലെങ്കിൽ എപ്പോഴാണ് മരിക്കുക എന്നുള്ളൊരു ചോദ്യത്തിന് ഈ അവസാനമാണ് ഈ പെൺകുട്ടി ഓഗസ്റ്റ് 9 മരിക്കുമെന്നുള്ള മറുപടി നൽകുന്നത്. അങ്ങനെയാണ് കഴിഞ്ഞ 1.5 മാസം മുൻപ് ഈ പെൺകുട്ടി മരിക്കുന്നത്. എന്തായാലും അടുത്ത ദിവസം തന്നെ സുഗാന്തിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് പോലീസ് സുലേഖ, ഈ പോലീസ് വീണ്ടെടുത്ത ചാറ്റുകൾ ടെലഗ്രാം ആപ്പിലൂടെ മാത്രം നടത്തിയ ചാറ്റുകളാണോ വീണ്ടെടുത്തത്? വാട്സാപ്പിലൂടെ ചാറ്റ് നടത്തുന്നുണ്ടായിരുന്നില്ല ഇവർ? നിലവിൽ വീണ്ടെടുത്തിട്ടുള്ളത് ടെലഗ്രാം വഴി നടത്തിയ ചാറ്റുകളാണ്. ഈ ഐഫോൺ സുഗാന്തിന്റെ ഐഫോൺ വീണ്ടും ഇത്തരത്തിൽ ഫോറൻസിക് പരിശോധനയ്ക്ക് വേണ്ടി അയച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നുള്ളൊരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് നിലവിലുള്ളത്. എന്തായാലും നിലവിൽ ഇപ്പോൾ വീണ്ടെടുത്തിട്ടുള്ളത് ഇത് ടെലിഗ്രാമിലെ ചാറ്റുകളാണ്. പെൺകുട്ടിയും അതിനൊപ്പം തന്നെ സുഗാന്തും ടെലഗ്രാം വഴി ചാറ്റ് ചെയ്ത സന്ദേശങ്ങളാണ് ഇപ്പോൾ പോലീസ് വീണ്ടെടുത്തിട്ടുള്ളത്. നിലവിൽ ഈ ഐഫോൺ എത്ര നാളത്തെ ചാറ്റുകളാണ് വീണ്ടെടുത്തത്? എത്ര നാളത്തെ ചാറ്റുകൾ പോലീസ് വീണ്ടെടുത്തു ഇവർ തമ്മിലുള്ള? സിജു, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പെൺകുട്ടി മരിക്കുന്നതിന് 1 മാസം മുൻപ് വരെയുള്ള ചാറ്റുകൾ ഈ ചാറ്റാണ് ഇത് എന്നതാണ്. ഇത്തരത്തിൽ നിരന്തരം ഈ പെൺകുട്ടി ഈ ബന്ധവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ വലിയ രീതിയിൽ പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിലൊക്കെ തന്നെയാണ് ഈ ചാറ്റുകൾ നടന്നിട്ടുള്ളത്. നിരന്തരം ഈ പെൺകുട്ടിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നത് പോലെ തന്നെ എപ്പോഴാണ് മരിക്കുക, എപ്പോഴായിരിക്കും മരിക്കുക, മരിക്കേണ്ട ആവശ്യകത തനിക്കുണ്ട് എന്ന തരത്തിലുള്ള ചാറ്റുകളാണ് സുഗാന്ത് നിരന്തരം ഈ പെൺകുട്ടിയോട് നടത്തിയിട്ടുള്ളത് എന്നത് തന്നെയാണ് ഈ ചാറ്റിൽ നിന്ന് മനസ്സിലാക്കുന്നത്. സുലേഖ, ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സുഗാന്ത്
പെൺകുട്ടിക്ക് വിവാഹ വാഗ്ദാനം നൽകിയതിനു ശേഷം പീഡിപ്പിച്ചു, നാളുകളോളം പീഡിപ്പിച്ചു. അതിനുശേഷം വിവാഹത്തിൽ നിന്ന് പിന്മാറി. ഇതിനെ തുടർന്ന് പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് മാത്രമല്ല അതിന് ഈ സുഗാന്ത് പ്രേരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ? തീർച്ചയായും സിജു, അത് തന്നെയാണ്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയും അതിനെ തുടർന്ന് മറ്റൊരു ബന്ധത്തിലേക്ക് സുഗാന്ത് ഏർപ്പെട്ടപ്പോൾ ഈ പെൺകുട്ടി ഒരു ബാധിതയായി മാറുന്ന സാഹചര്യത്തിലേക്ക് സുഗാന്ത് എത്തുന്നു. അതിൽ ഈ പെൺകുട്ടിയോട് തന്നെ സുഗാന്ത് മാറാൻ പറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഈ ചാറ്റിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം, നിരന്തരം ഈ പെൺകുട്ടിക്ക് ആത്മഹത്യാ പ്രേരണ അത് സുഗാന്ത് നൽകുന്നു. അതുതന്നെയാണ് പോലീസ് റിപ്പോർട്ടിലും വ്യക്തമാക്കുന്നത്. ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് ശക്തമായ തെളിവാണ് ഈ ടെലഗ്രാം ചാറ്റ് എന്നത് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഹൈക്കോടതിയിൽ ഈ അന്വേഷണ സംഘം സമർപ്പിച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ തന്നെയാണ് സുഗാന്തിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുന്നത്. സിജു, സുലേഖ, ഈ സുഗാന്തിന് IB-യിൽ തന്നെയുള്ള മറ്റ് 2 വനിതാ ഉദ്യോഗസ്ഥകളുമായി ഇത്തരത്തിൽ ബന്ധമുണ്ടായിരുന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഈ സുഗാന്തിന്റെ മറ്റ് ചാറ്റുകൾ, ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ, അത് സംബന്ധിച്ച തെളിവുകൾ പോലീസിന് കിട്ടിയിട്ടുണ്ടോ? സിജു, നമുക്കിപ്പോൾ ലഭ്യമായ വിവരം ഈ സുഗാന്തും ഈ ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയും തമ്മിലുള്ള ചാറ്റുകൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് എന്നത് തന്നെയാണ്. എന്തായാലും സുഗാന്തിന്റെ ഐഫോൺ അത് വീണ്ടും പരിശോധനയ്ക്ക് വേണ്ടി ഫോറൻസിക് സംഘത്തിന് വീണ്ടും അയച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് കൂടുതൽ തെളിവുകൾ, സുഗാന്തുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ തെളിവുകൾ ഈ ഐഫോണിലെ സുഗാന്ത് ഡിലീറ്റ് ചെയ്ത ചാറ്റുകളാണോ വീണ്ടെടുത്തത് പരിശോധനയിലൂടെ? സിജു, എന്തായാലും സുഗാന്ത് ഈ പെൺകുട്ടിയുടെ ആത്മഹത്യ നടന്ന ഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ ഫോണിലെ എല്ലാ രേഖകളും നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഫോൺ തന്നെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സുഗാന്തിന്റെ അമ്മാവന്റെ സഹായത്തോടു കൂടിയാണ് പോലീസ് ഇത്തരത്തിൽ ഈ ഫോൺ ഈ സുഗാന്തിന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തത്. ഈ ഫോണിൽ നിന്നാണ് ഇപ്പോൾ ടെലിഗ്രാം ചാറ്റ് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വീണ്ടെടുത്തിട്ടുള്ളത്. ഇനി ഈ ഫോൺ കൂടുതൽ പരിശോധനയ്ക്കായി കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി വീണ്ടും ഫോറൻസിക്കിന് അയച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇതിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ, വാട്സപ്പ് ചാറ്റ് അടക്കമുള്ള, വാട്സപ്പ് കോൾ അടക്കമുള്ള കാര്യങ്ങൾ ലഭിക്കുമെന്നത് തന്നെയാണ് പോലീസിന്റെ നിഗമനവും. ആദ്യഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ വാട്സപ്പ് കോളുകളാണ് സുഗാന്തും ഈ ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയും തമ്മിൽ നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഇനി ഇതിൽ കൂടുതൽ വിശദമായ പരിശോധനകൾ നടത്തിയതിനു ശേഷം മാത്രമേ എത്ര ദൈർഘ്യമുള്ള വാട്സപ്പ് കോളുകളാണ് നടത്തിയിട്ടുള്ളത്, എന്തൊക്കെ വാട്സപ്പ് ചാറ്റുകളാണ് കാര്യങ്ങളിൽ വിശദമായ ഫോറൻസിക് ശരി, ഏതായാലും ഇനിയും കൂടുതൽ വിശദമായ ഫോറൻസിക് പരിശോധനകൾ ആവശ്യമാണ്. ഏതായാലും തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ നിർണായക തെളിവ്